ഇപ്പോൾ മന്ത്രി പി രാജീവ് അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നു. അതിൻ്റെ വാക്കുകളിലേക്ക്. എല്ലാവരുടെ മനസ്സിൽ ഒരു അമ്മയുടെ പ്രതീകമായി നിറഞ്ഞു നിന്നിരുന്നത് പൊന്നമ്മ ചേച്ചിയായിരുന്നു. കുറേ കാലമായി കളമശ്ശേരി മണ്ഡലത്തിലെ കരുമാലൂരാണ് ചേച്ചി താമസിക്കുന്നത്. പല ഘട്ടങ്ങളിലും അവിടെ പോകാനും ഞാൻ സംഘടിപ്പിക്കുന്ന പല പരിപാടികളിലും ചേച്ചി പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അസുഖബാധിതയായിരുന്ന സന്ദർഭത്തിൽ ചേച്ചിയെ പോയി കണ്ടിരുന്നു. അപ്പോഴും അസുഖത്തിൻ്റെ വലിയ കാഠിന്യമെല്ലാം ഉണ്ടെങ്കിലും മുഖത്ത് പഴയ പോലെ സ്നേഹവും വാത്സല്യവും തന്നെയാണ് കണ്ടത്. വേദനകളെല്ലാം മറികടന്ന് ചേച്ചി കരുത്തോടു കൂടി കുറേ കാലം രോഗത്തോട് പൊരുതി നിന്നിരുന്നു. ഒടുവിലിപ്പോൾ രോഗത്തിന് കീഴടങ്ങിയിരിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും ഏറെ വേദനാജനകമാണ് ചേച്ചിയുടെ വിടവാങ്ങൽ. അതിൽ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തി. മന്ത്രി പി രാജീവ് ആദരാഞ്ജലികൾ അർപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ കളമശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വച്ചിരിക്കുകയാണ് അമ്മയുടെ മൃതദേഹം. ഇതിനുശേഷം 12 മണിയോടെ വീട്ടിലേക്ക് കൊണ്ടുപോകും. ആലുവയിലെ കരുവാലൂർ വീട്ടുവളപ്പിലാണ് സംസ്കാരം നടക്കുക. ശ്രീപീഠം ഈ വീട്ടിലായിരുന്നു കഴിഞ്ഞ കുറച്ചധികം കാലമായി ചേച്ചി താമസിക്കുന്നത്. ചെന്നൈയിലായിരുന്നു ചേച്ചിയുടെ ജീവിതകാലത്തിൽ കൂടുതൽ സമയവും ചേച്ചി ചെലവഴിച്ചത്. കല്യാണത്തിന് ശേഷം കൂടുതൽ കാലവും ചെന്നൈയിലായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ചധികം കാലമായി ചേച്ചി പെരിയാർ തീരത്ത് മനോഹരമായ ആ തീരത്ത് ഓളങ്ങൾ ഇളകുന്നതിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ചേച്ചി കഴിയുകയായിരുന്നു. ഇതിനിടയിലാണ് ചേച്ചിക്ക് രോഗബാധ ഉണ്ടായത്. ക്യാൻസർ രോഗത്തിന് ചേച്ചി ഇന്നലെ കീഴടങ്ങുകയായിരുന്നു. കൊച്ചി ലിസി ആശുപത്രിയിൽ കഴിഞ്ഞ 3-4 ദിവസങ്ങൾക്ക് മുമ്പ് ചേച്ചിയെ പ്രവേശിപ്പിച്ചു. ഇപ്പോൾ അന്ത്യം സംഭവിച്ചു. ചേച്ചിക്ക് വിട ചൊല്ലാൻ മലയാളക്കര ഒരുങ്ങുകയാണ്.